വിജയെ നായകനാക്കി ജോൺ മഹേന്ദ്രൻ സംവിധാനം ചെയ്ത റൊമാന്റിക് കോമഡി ചിത്രമാണ് സച്ചിൻ. വിജയുടെ എക്കാലത്തെയും മികച്ച റൊമാന്റിക് ചിത്രമായാണ് കണക്കാക്കപ്പെടുന്നത്. സിനിമയ്ക്ക് വലിയ ആരാധക വൃന്ദം തന്നെയുണ്ട്. ഇപ്പോഴിതാ പുറത്തിറങ്ങി 20 വർഷത്തിനു ശേഷം സച്ചിൻ വീണ്ടും റിലീസ് ചെയ്തിരിക്കുകയാണ്. മികച്ച വരവേൽപ്പാണ് എല്ലായിടത്തും സിനിമയ്ക്ക് ലഭിക്കുന്നത്. ചിത്രം ആദ്യ ദിനം വലിയ നേട്ടമായിരുന്നു ബോക്സ് ഓഫീസിൽ നിന്നും നേടിയിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ആദ്യ ദിനം സച്ചിൻ ബോക്സ് ഓഫീസിൽ നിന്നും 10 കോടിയോളം നേടിയെന്നാണ് റിപ്പോർട്ട്. ഒരു റീ റിലീസ് ചിത്രം നേടുന്ന രണ്ടാമത്തെ ഏറ്റവും ഉയർന്ന കളക്ഷനാണ് ഇത്. വിജയുടെ തന്നെ സിനിമയായ ഗില്ലിയാണ് കളക്ഷനിൽ ഒന്നാമത്. ഗംഭീര സ്വീകരണമാണ് സച്ചിന് തമിഴ്നാട്ടിൽ നിന്നും ലഭിക്കുന്നത്. പല തിയേറ്ററുകളിലും എക്സ്ട്രാ ഷോസ് അടക്കം സംഘടിപ്പിക്കുന്നുണ്ട്. തിയേറ്ററിനുള്ളിലെ ആരാധകരുടെ ആട്ടവും പാട്ടും സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. ഗില്ലിക്ക് ശേഷം റീ റിലീസിൽ സച്ചിൻ ഹിറ്റടിച്ചുവെന്നാണ് ആരാധകർ പറയുന്നത്. തിയേറ്ററുകളെ ഹരം കൊള്ളിക്കാൻ വിജയ് സിനിമകൾ തന്നെ വരണമെന്നും ഈ വൈബ് വേറെ ഒരു നടന്റെയും ചിത്രങ്ങൾക്ക് തരാൻ കഴിയില്ലെന്നും അഭിപ്രായങ്ങളുണ്ട്. ഗില്ലി നേടിയ 32 കോടിയാണ് റീ റിലീസിൽ ഒരു തമിഴ് സിനിമ നേടിയ ഏറ്റവും വലിയ കളക്ഷൻ. സച്ചിൻ ഈ കളക്ഷനെ മറികടക്കുമെന്നാണ് ട്രേഡ് അനലിസ്റ്റുകൾ വ്യക്തമാക്കുന്നത്. ജനീലിയ, ബിപാഷ ബസു, സന്താനം, വടിവേലു, രഘുവരൻ തുടങ്ങിയവരാണ് സച്ചിനിൽ പ്രധാന വേഷത്തിലെത്തുന്നത്. വി ക്രിയേഷൻസിന്റെ ബാനറിൽ കലൈപ്പുലി എസ് താണുവായിരുന്നു ചിത്രം നിർമ്മിച്ചത്. ദേവിശ്രീ പ്രസാദ് ഈണം നൽകിയ സിനിമയിലെ ഗാനങ്ങളെല്ലാം തന്നെ എന്നും വലിയ ഹിറ്റുകളാണ്. ആദ്യ റിലീസിനിടെ രജനീകാന്തിന്റെ ചന്ദ്രമുഖിയോടും കമൽഹാസന്റെ മുംബൈ എക്സ്പ്രസിനോടും ഏറ്റുമുട്ടിയെങ്കിലും ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ വിജയവും സ്വന്തമാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.